ഇന്ന് പാതിനോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള ഭാഗം അടിസ്ഥാനമാക്കി മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ നാട്ടിയതുപോലെ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധ സ്ലീബ നാട്ടുകയാണ്. എന്നാൽ ഒത്തിരിയേറെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഒന്നാമതായി, എന്തുകൊണ്ടാണ് ദൈവം സർപ്പദംശനത്തിൽ നിന്നും രക്ഷ നേടാൻ മോശയോട് മറ്റൊരു പിച്ചള സർപ്പത്തെ നിർമ്മിക്കുവാനായി ആജ്ഞാപിക്കുന്നത്? പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടിത് തോന്നാൻ സാധ്യതയുണ്ട്, സർപ്പത്തെ സർപ്പം കൊണ്ട് തന്നെ നേരിടുന്നത് പോലെ. എന്നാൽ ഇതൊരു പുതിയൊരു സംഭവമല്ല. വേദപുസ്തകത്തിൽ ഇതുമായി സാമ്യമുള്ള മറ്റ് സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 15 അധ്യായം 25 വാക്യത്തിൽ മാറായിലെ കയ്പായ വെള്ളത്തെ മധുരമാക്കുവാൻ ദൈവകൽപ്പന പ്രകാരം മോശ ഒരു മരക്കഷണം ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. പഴയ നിയമ ന്യായപ്രമാണങ്ങളുടെ വ്യാഖ്യാനമായ തർഗവും അതിൽ വ്യക്തമായി റബിമാർ പറയുന്നൊരു കാര്യമുണ്ട്. മോശ മാറായിലെ കയ്പായ വെള്ളത്തിലേക്ക് നിക്ഷേപിച്ച ആ മരക്കഷണവും കയ്പു രുചിയുള്ള ഒന്നായിരുന്നുവെന്ന്. കയ്പിനെ കയ്പ് കൊണ്ട് തന്നെ നേരിടുന്നു, സർപ്പത്തെ സർപ്പം കൊണ്ട് തന്നെ നേരിടുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എബ്രായ ലേഖനം 2 അധ്യായം 15 വാക്യത്തിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ചുവെന്ന് വചനം പറയുകയാണ്. യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ തോൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് അന്ത്യോക്യയിലെ സേവേറിയോസ് പാത്രിയാർക്കീസ് ഇപ്രകാരം നമ്മളെ പാടി പഠിപ്പിച്ചത്: തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും. ദൈവം തൻ്റെ മരണത്താൽ നമ്മുടെ മേൽ ആധിപത്യമുണ്ടായിരുന്ന മരണത്തെ ഇല്ലാതാക്കുകയാണ്. രണ്ടാമതായി, ഈ ചരിത്ര സംഭവത്തിൻ്റെ പൂർണ്ണത നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 3 അധ്യായം 14 കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ മനുഷ്യപുത്രനെയും ഉയർത്തപ്പെടുവാനിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ സർപ്പം മരണത്തിന് കാരണമായെങ്കിൽ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പം ജീവന് കാരണമായി. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന ന്യായപ്രമാണത്തിലെ ശാപം ക്രിസ്തു ഏറ്റുവാങ്ങുകയും കുരിശിനെ രക്ഷയുടെ അടയാളമായി മാറ്റുകയും ചെയ്യുകയാണ്. ഒരു പടയാളി യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുവിൻ്റെ ഒരു കടാര കൊണ്ട് മുറിവേറ്റ് വീണു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ പടയാളി അതേ കടാര ഉരുക്കി ഒരു ശസ്ത്രക്രിയ ഉപകരണമാക്കി മാറ്റി അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചു. നാശത്തിന് കാരണമായ ആയുധം തന്നെ രക്ഷയുടെ ഉപകരണമായതുപോലെ ഏദൻ തോട്ടത്തിൽ സർപ്പം വിതച്ച മരണത്തെ ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ തോൽപ്പിച്ചു. ശപിക്കപ്പെട്ട സർപ്പത്തിൻ്റെ രൂപം എങ്ങനെ വിടുതലിൻ്റെ കാരണമായ, അതുപോലെ ശാപത്തിൻ്റെ അടയാളമായ കുരിശ് ലോകത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. മൂന്നാമതായി, പിച്ചള സർപ്പത്തെ ഉയർത്തിയത് വിഗ്രഹാരാധനയായിരുന്നു എന്നുള്ളതാണ്. പിച്ചള സർപ്പത്തെ നോക്കി സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ സൗഖ്യം നൽകാൻ കഴിവുള്ള ഒന്നാണ് പിച്ചള സർപ്പമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ അത് തെറ്റായ ബോധ്യമാണ് എന്ന് മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം 6-7 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മരുഭൂമിയിൽ വെച്ചുണ്ടായ സർപ്പദംശനത്തെ ആസ്പദമാക്കി മഹാജ്ഞാനത്തിലെ ഈ ഭാഗം നമ്മളോട് ഇങ്ങനെ പറയുന്നു: ഭയങ്കര സർപ്പദംശനത്താൽ അവർ വിഷമിച്ചു. ആ ക്രോധമുണ്ടായത് ഉന്മൂലനാശത്തിനല്ല, അവരുടെ ശിക്ഷണത്തിനായിരുന്നു. അവർ ജീവനെ നിന്റെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ ഓർക്കുവാൻ വേണ്ടി അവർ ശിക്ഷിക്കപ്പെട്ടു. അവർ അനുദപിച്ചത് അത്ഭുതം കണ്ടിട്ടല്ല, പ്രത്യുത നീ നിമിത്തം അവർക്ക് ജീവൻ ലബ്ധമാകുകയായിരുന്നു. യഥാർത്ഥത്തിൽ സർപ്പദംശനമേറ്റ മനുഷ്യർക്ക് ജീവൻ ലബ്ധമായത് എങ്ങനെയാണ്? അത് ദൈവത്തിൽ നിന്നുമായിരുന്നു, അല്ലാതെ ആ ഉയർത്തിയ പിച്ചള സർപ്പത്തിൽ നിന്നുള്ള ശക്തി കൊണ്ടല്ല അവർക്ക് ജീവൻ ലഭിച്ചത് എന്ന് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ദൈവകൽപ്പന പ്രകാരം മോശ നിർമ്മിച്ച ഈ പിച്ചള സർപ്പത്തെ പിന്നീട് ഇസ്രായേൽ ജനം കാത്തു സൂക്ഷിച്ചു എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 4 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പം പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾ നെഹുഷ്ഠാൻ എന്ന് വിളിച്ച് വിഗ്രഹമായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹിസ്കിയ രാജാവ് അത് തകർത്ത് കളയുകയുണ്ടായി.
അടയാളങ്ങൾ ഒരിക്കലും ആരാധനാമൂർത്തികളായി മാറാൻ പാടുള്ളതല്ല എന്ന വലിയ പാഠം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന് ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. ശിഷ്യൻ ചന്ദ്രനെ നോക്കുന്നതിന് പകരം ഗുരുവിൻ്റെ വിരലിലേക്ക് നോക്കി നിന്നു. ഗുരു പറഞ്ഞു, മഠയ, എൻ്റെ വിരലിലേക്കല്ല നീ നോക്കേണ്ടത്, എൻ്റെ വിരൽ എങ്ങോട്ടാണോ ചൂണ്ടുന്നത് ആ ചന്ദ്രനെയാണ് നീ നോക്കേണ്ടത്. പിച്ചള സർപ്പവും അതുപോലെ ഒരു വിരൽ മാത്രമായിരുന്നു. അത് ദൈവത്തിൻ്റെ ശക്തിയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഇസ്രായേൽ മക്കൾ വിരലിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദൈവം നഷ്ടമാകുവാനായിട്ട് തുടങ്ങി. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അടയാളങ്ങളിൽ തങ്ങി നിൽക്കാതെ ദൈവത്തിലേക്ക് ഉയരണമെന്ന് ഈ ഭാഗം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാതിനോമ്പിൻ്റെ ഈ സമയത്ത് ദൈവത്തിലേക്ക് നോക്കി മുന്നേറുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും സ്നേഹവും കരുണയും എല്ലാ കാലത്തും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.